നമ്മൾ ഹെവോറ ആഴ്ചയിലാണ്. ഹെവോറ ആഴ്ചയുടെ ശനിയാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇന്ത്യയിൽ അമേരിക്കയിലുള്ളവർ ഹെവോറയുടെ വെള്ളിയാഴ്ച സന്ധ്യ കഴിഞ്ഞു. ഇപ്പം ഇവിടെയും ശനിയായി. വർഗീസ് സാലിൻ്റെ കിഴക്കേതിൽ സോൺസി രാജൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനങ്ങളെ അറിയിക്കുന്നു. ഹെവോറ വെണ്മയുടെ ആഴ്ചയാണ്. ക്രിസ്തു ഉത്ഥാനം ചെയ്ത ഈസ്റ്റർ മുതൽ പുതുഞായറാഴ്ച വരെ ഒരാഴ്ച ഉള്ള ആഴ്ചയാണ് ഹെവോറ വീക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ സ്നാനത്തെക്കുറിച്ചുള്ള വെള്ളിയാഴ്ച സ്നാനത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ സജിത്ത് ജോസഫുമായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ലൈവ് ചെയ്യാഞ്ഞത്. ഇപ്പം നമ്മൾ ഹെവോറയുടെ പ്രുമിയോൻ സെതറാകൾ രണ്ട് ദിവസം വായിച്ചിരുന്നു. വെള്ളിയാഴ്ചത്തെ പ്രുമിയോൻ സെതറായിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഈ സെതറോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ ഒരു നിരയാണ്. നമ്മൾ അതിൽ ധാരാളം ദൈവശാസ്ത്രമുണ്ട്. ഇവിടെ ഈ ലൈവില് സെതറോ വായിക്കുന്നത് നമ്മൾ പഠനത്തിന് വേണ്ടിയാണ്, പ്രബോധനത്തിന് വേണ്ടി. അത് ആരുടെയും അവകാശങ്ങളെ അപഹരിക്കുന്നൊന്നുമില്ല. ചില ആളുകൾ അതിൽ അതീവ ഉത്കണ്ഠയൊക്കെ രേഖപ്പെടുത്തി. നമ്മൾ ഈ പള്ളിയിലെ അച്ഛന്മാരുടെ അവകാശത്തെ അപഹരിച്ചു എന്നൊക്കെ തരത്തിൽ ആളുകൾ കമന്റ് എഴുതുക. ഇങ്ങനെ ആരുടെ ഒരു അവകാശത്തെ അപഹരിക്കാനല്ല, മറിച്ച് ബേസിക്കലി എൻ്റെ ഈ ലൈവിലൂടെയുള്ള പ്രബോധനങ്ങൾ സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസ്ത് പാഷണ്ഡതകളിലേക്ക്, ന്യൂ ജനറേഷൻ ചതിക്കുഴികളിലേക്ക് ഒക്കെ വീണു പോയിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക്, ആ കുടുംബങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ നഷ്ടപ്പെടുത്തിയ, നമ്മൾ വിട്ടുപോകുന്ന ആ സഭയിൽ ഉണ്ടായിരുന്ന പ്രബോധനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അതെത്ര മൂല്യവത്താണ്, അർത്ഥവത്താണ് എന്ന് അവരെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാഥമികമായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫെയ്ത്ത്ഫുൾ അൽമോയോസ്, അതായത് ഈ ഫെയ്ത്ത്ഫുൾ ബിലീവേഴ്സ്, വിശ്വസ്തരായ ഈ ഓർത്തഡോക്സ് സഭകളിലൊക്കെ നിൽക്കുന്ന, പതിവായി പള്ളി ആരാധനകളിലൊക്കെ സംബന്ധിക്കുന്ന വളരെ വിശ്വസ്തരായ ആളുകൾക്ക്, എന്നെപ്പോലെ ഒരാളിരുന്ന് ഈ സെതറൊക്കെ വായിക്കുന്ന കാണുമ്പോൾ ഭയങ്കര മനപ്രയാസം ഉണ്ടാവും. അതിലവരെ കുറ്റം പറയത്തില്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എൻ്റെ ഈ ലൈവ് കാണരുത്. നിങ്ങൾ ദയവായി ഇവിടുന്ന് മാറിപ്പോകണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രബോധനമല്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്തതുപോലെ തന്നെ പ്രോപ്പർ പേഴ്സൺസ് ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കാനും, നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാനും എല്ലാം. അങ്ങനെയുള്ള നിങ്ങൾ അവിടെ പോയി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിൽ നിന്ന് വിട്ടുമാറിപ്പോകണം. ഇവിടെ ചിലപ്പോൾ സെതറ വായിക്കും, പ്രുമിയം വായിക്കും, പലതും വായിക്കും. ഇപ്പം സഭയിൽ ഏറ്റവും പരമമായ വായന ഈ എവങ്കേലിയോൻ വായിക്കുക എന്നുള്ളതാണ്. 2 മെഴുകുതിരി കത്തിച്ച് പിടിച്ച് വായിക്കുന്നത് എവങ്കേലിയോനാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ എവങ്കേലിയോൻ എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവരും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സെതറാക്കി അതിൻ്റെ താഴെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിത് പഠനത്തിന് വേണ്ടിയാണ്. സുറിയാനി സഭ ഒരു നാശത്തിൻ്റെ വക്കിലാണ് കേരളത്തിലെ. കാരണം ദിനം പ്രതി അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. പലരും ആ സഭ വിട്ടുപോകുന്നു. വേദവിപരീതികളുടെ കൂടെ, പാഷണ്ഡതക്കാരുടെ കൂടെയൊക്കെ ആളുകൾ പോകുന്നു. അതുകൂടാതെ ഇസ്ലാമിക ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള
ലവ് ജിഹാദ് അതൊരു യാഥാർത്ഥ്യമാണ്. അത് എത്ര ഇല്ല എന്ന് ഏതെല്ലാം ഏജൻസികൾ പറഞ്ഞാലും നിത്യവും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് അതുപോലെയുള്ള മതപരിവർത്തനങ്ങൾ അതേ സമയത്ത് തന്നെ യുക്തിവാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് ധാരാളം ആളുകൾ പോകുന്നു. പിന്നെ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ തർക്കം, പള്ളിപിടുത്തം, അങ്ങനെയുള്ള അവമതിപ്പ് ഉളവാക്കുന്നത് മടുപ്പ് അനേക ആളുകളുടെ വിശ്വാസത്തെ മരവിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യങ് ജനറേഷനിൽ ഈ സുറിയാനി സഭ ക്ഷയോന്മുഖമാണെന്നുള്ളൊരു വാസ്തവമാണ്. അപ്പം ഈ സമയത്താണ് ഇത്രയും മഹത്തായ ധന്യമായ 2000 വർഷമായി പരിപാലിക്കപ്പെട്ടു പോന്ന ഒരു തിയോളജി ആൻഡ് ലിറ്റർജി അതിനെ സംരക്ഷിക്കേണ്ട, ഈ ലോകത്ത് സംരക്ഷിക്കേണ്ട, ഇപ്പം ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ ഐക്യരാഷ്ട്രസഭ പ്രത്യേക പരിഗണിച്ച് സംരക്ഷിക്കും. ഈ സുറിയാനി സഭയുടെ ലിറ്റർജി തിയോളജി അത് വളരെ അമൂല്യവും അപൂർവവുമാണ്. ഈ അമൂല്യവും അപൂർവവുമായ ഈ ലിറ്റർജിയെയും ട്രഡീഷനെയും സംരക്ഷിക്കുവാൻ ലോകത്ത് അതിൻ്റെ സാധ്യത മലങ്കരയിലാണുള്ളത്. കാരണം സുറിയാനി സഭ മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവിടെയെല്ലാം അത് നാശത്തിൻ്റെ വക്കിൽ തന്നെയാണ്. വളരെയധികം അവിടുത്തെ അംഗസംഖ്യ എല്ലാം കുറഞ്ഞു, റിസോഴ്സസുകൾ നഷ്ടപ്പെട്ടു. അപ്പം ഈ മഹത്തായ പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനും വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കുവാനും പൊട്ടൻഷ്യൽ മലങ്കര സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ദൗർഭാഗ്യകരമായ കക്ഷി വഴക്ക് മലങ്കരയിൽ അവസാനിക്കണം. മലങ്കര സഭ യുണൈറ്റായിട്ട് ഈ നമുക്ക് തലമുറകളായിട്ട് പകർന്നു കിട്ടിയിരിക്കുന്ന, ഞാൻ പിന്നെയും അതേ പ്രയോഗമാണ് നടത്തുന്നത്, അമൂല്യവും അപൂർവവുമായ ഈ പാരമ്പര്യത്തെ, ഈ ലിറ്റർജിയെ സൂക്ഷിക്കുവാൻ സാധിക്കണം. അപ്പം അതുകൊണ്ട് പെന്തക്കോസ്ത്, ന്യൂ ജനറേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ചെതറിപ്പോയിരിക്കുന്ന മലങ്കര സഭാമക്കളുടെ പുനരേകീകരണം അതിനാവശ്യമാണ്. കാരണം ഇത് മഹത്തായ ഒരു പാരമ്പര്യമാണ്. ഇപ്പം നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തിപരമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം, ഈഗോ ക്ലാഷുകൾ ഉണ്ടായേക്കാം. എന്നാൽ അതെല്ലാം അവഗണിച്ച് ഒരുമിച്ച് ചേർന്ന് വരും തലമുറയ്ക്ക് വേണ്ടി ഇത് നൽകുവാനുള്ള ഒരു അപൂർവമായ അവസരമാണ്. അത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു പാർട്ട് എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ബോധ്യത്തിൽ ഞാൻ ചെയ്യുന്ന ലൈവ് പരിപാടികളാണിത്. അത് ഒരിക്കലും ഈ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് സേഫായിട്ട് അല്ലെങ്കിൽ വളരെ വിശ്വസ്തരായിട്ട് നിൽക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചല്ല. ഞാൻ പിന്നെയും അതിനകത്ത് പറയുകയാണ്, ഇത് ഞങ്ങൾ ഈ ചെതറിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി, പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി എൻ്റെ രീതിയിൽ പരിമിതമായി ചെയ്യുന്നൊരു പ്രബോധനമാണ്. ഇതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ കണ്ടേക്കാം, ചിലപ്പോൾ പൂർണ്ണത കണ്ടില്ല എന്ന് വരും. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ എത്ര ശ്രേഷ്ഠമായ, പിന്നെ കമ്പയർ ചെയ്യുകയാണ് ഈ പെന്തക്കോസ്റ്റൽ തിയോളജി, ലിറ്റർജി, വർഷിപ്പ്, അതിനെയൊക്കെ സുറിയാനി സഭയുടെ ശ്രേഷ്ഠമായിരിക്കുന്ന പാരമ്പര്യത്തോടും ആരാധന സമ്പ്രദായത്തോടൊക്കെ കമ്പയർ ചെയ്ത് കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള അതിബഹുമാന്യരായ പ്രേക്ഷകർ ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോകാൻ ഞാൻ സാധാരണക്കാരോട് പറയട്ടെ. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്താണ്. വലിയവനും രക്ഷകനും തിരുവിഷ്ടത്താൽ ഞങ്ങളുടെ ദരിദ്രാവസ്ഥയുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും തൻ്റെ സ്വഭാവത്താൽ ധനവാനായിരിക്കുമ്പോൾ നമ്മെ ധന്യരാക്കുവാൻ ഇഷ്ടപ്പെടുകയും തൻ്റെ രാജ്യത്തിലെ ഭാഗ്യങ്ങളും ഇമ്പങ്ങളും തൻ്റെ കരുണയാൽ ഞങ്ങൾക്ക് ദാനം ചെയ്യുകയും പാപത്താൽ നശിക്കാതിരുന്ന മാതാവിൽ നിന്നും ന്യൂമാപ്രകാരവും സ്വഭാവപ്രകാരവും കുഴച്ചിലോ മാറ്റമോ കൂടാതെ ജനിക്കുകയും ചെയ്ത ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ. ഇവിടെ കർത്താവിനെ വിളിക്കുക, കർത്താവിനെ വിളിക്കുക, ചുമ്മാ കർത്താവിനെ വിളിക്കല്ല, അത് തിയോളജി, ദൈവശാസ്ത്രം വ്യക്തമായി നിർവചിച്ചാണ് വിളിക്കുന്നത്. അപ്പം ഏതൊരു സാധാരണ വിശ്വാസിക്കും ഏറ്റവും ഉന്നതമായ ക്രിസ്റ്റോളജിക്കൽ, ക്രിസ്തുവിജ്ഞാനീയ സംബന്ധമായ ഒരവബോധം ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ കർത്താവിനെ വിളിക്കുന്ന, അപ്പോൾ അവിടെ ഒരു ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറയുന്നത്. വലിയവനും രക്ഷകനും തിരുവിഷ്ടത്താൽ ഞങ്ങളുടെ ദരിദ്രാവസ്ഥയുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും
തന്റെ സ്വഭാവത്താൽ ധനവാനായിരിക്കുമ്പോൾ നമ്മെ ധന്യരാക്കുവാൻ ഇഷ്ടപ്പെടുകയും തന്റെ രാജ്യത്തിലെ ഭാഗ്യങ്ങളും ബിംബങ്ങളും തന്റെ കരുണയാൽ ഞങ്ങൾക്ക് ദാനം ചെയ്യുകയും പാപത്താൽ നശിക്കാതിരുന്ന മാതാവിൽ നിന്നും ന്യൂമാപ്രകാരവും സ്വഭാവപ്രകാരവും കുഴച്ചിലോ മാറ്റമോ കൂടാതെ ജനിക്കുകയും ചെയ്ത ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, വ്യാപാരപ്രകാരം കുറ്റം കൂടാതെ ഞങ്ങളെ ലോകത്തിൽ നീ നടന്നു. സകല ഹീനതകളും ന്യൂമായിൽ നീ വഹിച്ചു. നിന്റെ ഉന്നത കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ച് നിന്റെ ശരീരത്തിന് നീ നൽകി. ദൈവികമായും മാനുഷികമായും വ്യാഖ്യാനിക്കപ്പെടാത്തതും അവിഭാജ്യവുമായ യോജിപ്പാൽ ഞങ്ങളുടെ സ്വഭാവത്തിന് കടപ്പെട്ടതെല്ലാം നിന്റെ മേൽ നീ സ്വീകരിച്ചു. അതായത് നിന്നയും പരിഹാസവും ആക്ഷേപവും കഷ്ടതയും സ്കീപ്പായും മരണവും കവറടക്കവും മൂന്നാം ദിവസമുള്ള ഉയർപ്പും നീ സ്വീകരിച്ചു. ജീവദായകമായ നിന്റെ ഉയർപ്പ് മുഖാന്തരം വെള്ളിയാഴ്ചയുടെ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും സമയത്തെ അകറ്റിക്കളഞ്ഞു. അവർണ്ണനീയമായ സന്തോഷവും ആനന്ദവുമായി നീ അതിനെ വ്യത്യാസപ്പെടുത്തി. ഞങ്ങളുടെ നാശത്തെ അന്വേഷിച്ചു വന്ന ഉത്തമയിടയനായുള്ളവേ, അറക്കുവാനുള്ള ആടുപോലെ ഈ വെള്ളിയാഴ്ച ദിവസം നീ കൊണ്ടുപോകപ്പെടുകയും പരാക്രമനെ പോലെയും അലറുന്ന സിംഹക്കുട്ടിയെ പോലെയും നീ ഉത്ഥാനം ചെയ്യുകയും ചെയ്തു. ചിതറിയിരുന്ന നിന്റെ ആട്ടിൻകൂട്ടത്തെ ഏക യോഗ്യതയിലേക്ക് നീ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ കുറ്റക്കാരനെ പോലെ നീ ന്യായസ്ഥലത്ത് നിൽക്കുകയും ദാസനെ പോലെ കന്നത്ത് അടിയേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയുടെ ഈ ദിവസം മാലാഖമാരുടെ കൂട്ടങ്ങളോടുകൂടെ ന്യായാധിപനെ പോലെ നീ കബറിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. നിന്നെ ന്യായം വിധിക്കുകയും മരണത്തിനേൽപ്പിക്കുകയും ചെയ്തവരെ നീതിയുള്ള ന്യായവിധിയാൽ സകല ജാതികളിലും നീ ചിതറിച്ചു കളഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിന്റെ അങ്കികൾ ഉരിയപ്പെടുകയും അന്യായക്കാരുടെ കൂടെ നീ സ്ലീബായിലേക്ക് കരയറ്റപ്പെടുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ചയിൽ കബറിൽ നിന്നെ ചുറ്റിപ്പൊതിഞ്ഞിരുന്ന കേത്താനുകളെ നീ ഉപേക്ഷിക്കുകയും അവർണ്ണനീയമായ പ്രഭയും മഹിമയും നീ ധരിക്കുകയും ചെയ്തു. ഇത് ഇവിടെ ചെയ്യുന്ന ഹേവോറ വെള്ളിയാഴ്ച ഇത് വായിക്കുമ്പം ദുഃഖ വെള്ളിയാഴ്ചയുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ സെതറോ പോകുന്നത്. ദുഃഖ വെള്ളിയാഴ്ച മരണത്തിന്റെ വെള്ളത്തിൽ താഴ്ന്നുപോയ കർത്താവ് ഹേവോറ വെള്ളിയാഴ്ചയിൽ പുനരുത്ഥാനം നൽകുന്ന സന്തോഷത്തിന്റെ വീഞ്ഞിൽ ഉയർന്നു നിൽക്കുകയാണ്. ആ വെള്ളം വീഞ്ഞായി മാറുകയാണ് ഇവിടെ ആക്ഷരികമായിട്ട്. കർത്താവിന്റെ ആദ്യത്തെ അടയാളമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്കികൾ ഉരിയപ്പെടുകയാണ്. ഈ വെള്ളിയാഴ്ച മഹിമാവസ്ത്രം ധരിച്ച് കർത്താവ് നിൽക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഈ ദിവസം ആണികളാൽ തുളയ്ക്കപ്പെട്ട നിന്റെ കൈകാലുകൾ ഈ വെള്ളിയാഴ്ചയോ നിന്റെ കൈകാലുകൾ നിന്റെ സ്നേഹിതന്മാരുടെ കൈകളാൽ പരിശോധിക്കപ്പെടുന്നതിനായി നീ സന്തോഷത്തോടെ വെച്ചു കൊടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ കയ്പും കാടിയും നിനക്ക് ക്രൂശകർ നീട്ടിത്തന്നു. ഈ വെള്ളിയാഴ്ചയോ ശിഷ്യന്മാർ സന്തോഷത്തോടെ തേൻകട്ട നിനക്ക് നീട്ടിത്തന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നിന്റെ വിലാവ് കുന്തത്താൽ കുത്തിത്തുറക്കപ്പെടുകയും അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ച കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട നിന്റെ വിലാവിൽ ശിഷ്യനായ തോമ അവന്റെ വിരലുകൾ കൊണ്ട് സ്പർശിക്കുന്നതിന് നീ യഥാർത്ഥ ദൈവമായിരിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കുകയും കബറടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവൻ വിശ്വസിക്കുന്നതിനും കൽപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച 3 മണിക്കൂർ നേരം പ്രപഞ്ചത്തിൽ അന്ധകാരം വാണു. എന്നാൽ ഈ വെള്ളിയാഴ്ച അസ്തമിക്കാത്ത യഥാർത്ഥ പ്രകാശം പ്രപഞ്ചത്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നിന്റെ മരണത്തിൽ ശിഷ്യന്മാർക്ക് ദുഃഖവും സങ്കടവും ക്രൂശകന്മാർക്ക് ആനന്ദവും ഉണ്ടായി. എന്നാൽ വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നിന്റെ ഉയർപ്പിനാൽ കാലചക്രം ഭ്രമണം ചെയ്യുകയും നിന്റെ ശിഷ്യന്മാർ ആശ്വാസവും ആനന്ദവും കൊണ്ട് നിറയുകയും ഘാതകന്മാരോ ദുഃഖവും ലജ്ജയും കൊണ്ട് നിറയുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച മരത്തിന്മേൽ നീ അട്ടഹസിച്ച ശബ്ദത്താൽ പാറകൾ പിളരുകയും കബറുകൾ തുറക്കപ്പെടുകയും അനേകം പരിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർക്കപ്പെടുകയും ചെയ്തു. വെള്ളിയാഴ്ചയുടെ ഈ ദിവസം നിന്റെ പീഡാനുഭവത്താൽ ഉയർത്തെഴുന്നേറ്റവരും പാതാളത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവരും നിന്നോടുകൂടെ വിശുദ്ധ പട്ടണത്തിലേക്ക് നീ പ്രവേശിപ്പിച്ചു. നിന്റെ സുവിശേഷം, അതായത് നിന്റെ ഉയർപ്പിനെ അവർ പ്രസംഗിക്കുകയും വീണ്ടും പരദീസയിലേക്ക് തിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഗോകുൽഥായിൽ അക്രമികളുടെ മധ്യേ നീ നഗ്നനായി തരിവിന്മേൽ തറയ്ക്കപ്പെട്ടത് ദർശിച്ചപ്പോൾ സഹദേന്മാരും മൗദ്യാനന്മാരും നിന്റെ സ്നേഹത്തെ പ്രതി ജ്വലിക്കുകയും വാത്സല്യത്താൽ നിറയുകയും ചെയ്തു. നിന്നെ പ്രതി സകല ഞെരുക്കങ്ങളും പീഡകളും അവർ സന്തോഷത്തോടെ സഹിച്ചു. ലോകത്തെയും അതിലുള്ള സകലത്തെയും നിസാരമാക്കി നിരസിച്ചു. താൽക്കാലികമായി ജീവിതത്തെയും വർഗത്തെയും കുടുംബത്തെയും അവർ ഉപേക്ഷിച്ച്
മരണത്തിൽ നിന്നെ അനുഗമിച്ചു. എന്നാൽ ഈ വെള്ളിയാഴ്ച നിന്റെ നാമത്തിൽ ഏറ്റുപറയുകയും നിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടുകയും ബഹുമാന്യമായ നിന്റെ സ്ലീവായാൽ മുദ്രയിടപ്പെടുകയും നിന്നെ ആദ്യം മുതൽ പ്രസാദിപ്പിക്കുകയും ചെയ്ത സകല പരിശുദ്ധന്മാരോടും കൂടെ ഈ ഓർമ്മയെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. ഹേവോറായുടെ വെള്ളിയാഴ്ച ഈ സഹദേന്മാരെയും മൗദ്യാനന്മാരെയും അനുസ്മരിക്കുന്ന ഒരു പതിവ് പൂർവിക പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സെതറായി നമ്മൾ സഹദേന്മാരെയും മൗദ്യാനന്മാരെയും എടുത്തു കാണിക്കുന്നത്. മൗദ്യാനന്മാർ എന്ന് പറഞ്ഞാൽ കൺഫസർ, ഞാൻ ഇന്ന് ഒരിക്കലും ഒരു ലൈവിൽ പറഞ്ഞിരുന്നതാണ്. കൺഫസേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ സഹദായിക്ക് തുല്യമായി വിശ്വാസത്തെ ഏറ്റുപറയുകയും പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തവരാണ് മൗദ്യാനന്മാർ. നമ്മൾ പള്ളിയിലെ പ്രാർത്ഥനകളിൽ സ്ഥിരമായിട്ട് കേൾക്കേണ്ടത് സഹദേന്മാർ മൗദ്യാനന്മാർ ഇവർ സഹിതം സ്തുതി പാടാൻ യോഗ്യത നൽകണമേ. സഹദേന്മാർ എന്ന് പറഞ്ഞാൽ മരിച്ചവർ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികളുണ്ട്. മാരകമായി പീഡനങ്ങളും ഉപദ്രവവും ഒക്കെ സഹിച്ചിട്ടും മരിക്കാതെ പോയ ചില ആളുകളുണ്ട്. സം ഹൗ അവർ എസ്കേപ്ഡ് ഫ്രം ഡെത്ത്. അങ്ങനെയുള്ള ആളുകളെ അവർ ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന്. ഉദാഹരണത്തിന് നമ്മുടെ എറണാകുളത്തുണ്ടായിരുന്ന സൈമൺ ബ്രിട്ടോ ഉണ്ട്. അദ്ദേഹം ജീവിക്കുന്ന ഒരു രക്തസാക്ഷി. അദ്ദേഹം മരിച്ചുപോയി. അപ്പം വളരെ വർഷങ്ങൾ വീൽ ചെയറിലൊക്കെ ഇരുന്നാണ്. അപ്പം അദ്ദേഹത്തെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ് വിളിച്ചത്. അപ്പം അതുപോലെ ഈ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം ഏറ്റുപറഞ്ഞ് അനവധി കഷ്ടങ്ങളും ത്യാഗങ്ങളും പീഡനങ്ങളും സഹിച്ചു, പക്ഷെ കൊല്ലപ്പെട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ സഹതായുമായിട്ടുള്ള വ്യത്യാസം അതാണ് മൗദ്യാനന്മാരുടെ. നിങ്ങൾ മൗദ്യാനന്മാർ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സംഗതിയാണെന്ന് ചിന്തിക്കരുത്. മൗദ്യാനന്മാർ എന്ന് പറഞ്ഞാൽ അതിനെ കാത്തലിക് ചർച്ചിൽ അവർ കൺഫസർ എന്നാണ് വിളിക്കുന്നത്. കൺഫസർ എന്ന് കൂട്ടി തന്നെ പല വിശുദ്ധന്മാരുടെയും പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മൗദ്യാനന്മാർ എന്ന് പറഞ്ഞാൽ കൺഫസേഴ്സ്. അപ്പോൾ സഹദേന്മാരെയും മൗദ്യാനന്മാരെയും അനുസ്മരിക്കുന്ന വെള്ളിയാഴ്ച കൂടിയായിരുന്നു ഹേവോറായുടെ വെള്ളിയാഴ്ച. ഇപ്പം നമ്മൾ വെള്ളിയാഴ്ചയുടെ അടുത്ത സെതറായിലേക്ക് നമ്മൾ ടേൺ ചെയ്യുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് പുതിയ ഇസ്രായേലിന്റെ രാജാവും സകല സൃഷ്ടികളുടെയും ദൈവവുമായ മശിഹ തമ്പുരാനെ, മഹത്വപൂർണമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ ആദ്യം മുതലേ നിദ്ര പ്രാപിച്ച നിന്റെ സ്നേഹിതന്മാരായ പരിശുദ്ധന്മാരെയും ബാവാമാരെയും പുണ്യവാന്മാരെയും നീതിമാന്മാരുടെ സകല കൂട്ടത്തെയും ഈ ദിവസത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, അവരെ ഓർക്കുന്ന ദിവസമാണ്. അവരുടെ ഞെരുക്കങ്ങളാൽ അവർ സകല ആശ്വാസവും കൈക്കൊണ്ടു. അതിൽ രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും പൂർത്തീകരിക്കപ്പെട്ട് നിവർത്തിക്കപ്പെട്ടു. അവരോടുകൂടെ നിന്നെ പ്രതി സകല കഷ്ടതകളും പീഡകളും സഹിക്കുകയും നിന്റെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുകയും ചെയ്ത സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ജീവദായകമായ നിന്റെ സ്കീഫൂസായുടെ പിന്നടികളിൽ യാത്ര ചെയ്ത് അനേകർക്ക് മാർഗദീപവും സാദൃശ്യവുമായി തീർന്നിട്ടുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്നേ ദിവസം ആദാമും ഹൗവായും ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നു. എന്തെന്നാൽ നീ അവരെ വീഴ്ചയിൽ നിന്ന് ഉദ്ധരിക്കുകയും നിന്റെ ആണികളാൽ അവരുടെ കടച്ചീട്ട് കീറിക്കളയുകയും നിന്റെ പരിശുദ്ധ സ്ലീബായാൽ അവരുടെ ശാപം മായ്ക്കപ്പെടുകയും ചെയ്തു. തന്റെ രക്തത്തെ ജയിച്ച വിലയേറിയ നിന്റെ രക്തത്തെ പ്രതി ഇന്നേ ദിവസം ഹാബേൽ സന്തോഷിക്കുന്നു. ഇന്നേ ദിവസം നോഹ ആനന്ദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തത്താലും വെള്ളത്താലും ഭൂമിയൊക്കെയുടെയും പാപം മുക്കിക്കളഞ്ഞു. നിന്റെ വിശുദ്ധ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്താൽ ജീവൻ പ്രാപിക്കുവാനായി അതിന്റെ രഹസ്യം അപ്പത്താലും വീഞ്ഞിനാലും നിന്റെ പരിശുദ്ധ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ മർമ്മം പൂർത്തിയായതിനാൽ ഇന്നേ ദിവസം മൽക്കീസദേക്ക് ഉല്ലസിക്കുന്നു. മൽക്കീസദേക്കാണ് അബ്രഹാമിനെ എതിരേറ്റു വരുമ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതൻ. ഇപ്പം മൃഗബലികൾ രക്തബലികളെല്ലാം അർപ്പിക്കുന്ന അഹറോന്യ പൗരോഹിത്യ സമ്പ്രദായം നിലവിൽ വന്ന 1500 വർഷം ഇസ്രായേലിൽ ആ രക്തബലികൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രക്തബലികളെ 5 യാഗങ്ങളെയും നിർത്തൽ ചെയ്ത്, 5 യാഗത്തിൽ 1 രക്തരഹിത സമാധാന യാഗമാണ്. അപ്പോൾ ഈ ബലികളെ മുഴുവൻ നീക്കിയിട്ട് കർത്താവ് തിരുബലിയായി, അതാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ പാട്ട് നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ബലികളെ നീക്കിയിടും തിരുബലിയായിട്ട് കർത്താവ് വന്നു. പെസഹ കുഞ്ഞാടിനെ നീക്കിയ പെസഹ കുഞ്ഞാടായി വന്നു. ഇതിനെ മുഴുവൻ മാറ്റി. പക്ഷെ ഇതിനെല്ലാം മുമ്പ് എവിടെയാണ്? അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ
മക്കളിൽ തലമുറകൾ കഴിഞ്ഞ് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വന്ന മോശയുടെ കാലത്താണ് അഹറോന്യ പൗരോഹിത്യം, ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് നിലവിൽ വരുന്നത്. അപ്പൊ അതിനും എത്രയോ വർഷം മുമ്പാണ് അബ്രഹാമിനെ എതിരേറ്റ് വരുമ്പോൾ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായിട്ട് വരുന്നത്. അപ്പൊ ഈ ന്യായപ്രമാണത്തിനു മുമ്പ് ദൈവമായിട്ടുള്ള, ഉദാഹരണം പറഞ്ഞാൽ പരിച്ഛേദന ന്യായപ്രമാണത്തിന് മുമ്പുണ്ട്, അബ്രഹാമിന് കൊടുത്ത കൽപ്പനയാണ്. ദശാംശം എന്ന സമ്പ്രദായം ന്യായപ്രമാണത്തിന് മുമ്പ് നമുക്കാണ്. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുന്നു. അപ്പവും വീഞ്ഞും ആയിട്ടുള്ള യാഗം കർത്താവ് അത് സ്ഥാപിക്കുന്നതിന് മുമ്പും അഹറോന്യ പൗരോഹിത്യം വരുന്നതിന് മുമ്പും അബ്രഹാമിനെ എതിരേറ്റ് വരുമ്പോൾ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞുമായിട്ട് വരികയാണ്. അപ്പം ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ ശ്രേഷ്ഠതയും പൂർണ്ണതയും അതിൻ്റെ വിസ്മയനീയതയുമാണ് ഇതിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നീ അപ്പവീഞ്ഞുകളുടെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ മൽക്കിസദേക്ക് ഇന്ന് സന്തോഷിക്കുന്നു. ഇന്നേ ദിവസം സ്കീപ്പായാൽ തറയ്ക്കപ്പെടുകയും ലോകമൊക്കേയ്ക്കും വേണ്ടി യാഗമാക്കപ്പെടുകയും ചെയ്ത ദൈവത്തിന്റെ കുഞ്ഞാടായ നിന്നെ ദർശിച്ചതിനാൽ അബ്രഹാം ആനന്ദിക്കുന്നു. ലോകമൊക്കെയുടെയും മരണത്തിന്റെയും പാപത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് അഴിയപ്പെട്ടതായ നിന്റെ ബന്ധനത്തെ കണ്ട ഇസഹാക്ക് നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടെ മുഴുവൻ പറയുന്നത് ലോകം മുഴുവന്റെയും പാപബന്ധനം അഴിയപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം യാക്കോബ് നിനക്ക് സ്തുതി പാടുന്നു. എന്തെന്നാൽ മരത്തിന്റെ ഉപരിതലത്തിൽ നിന്നെ കാണുകയും നിന്റെ ശരീരം വീഞ്ഞിനാൽ എന്ന വിധം അഭിഷിക്തമാകുകയും ചെയ്തു. ഇന്നേ ദിവസം നിന്റെ കഷ്ടാനുഭവങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു. സകല വഴിതെറ്റിന്മേലും പാപത്തിന്മേലും നീ വാഴുന്നത് കണ്ട് യൗസേപ്പ് നിന്നെ പുകഴ്ത്തുന്നു. ഇന്നേ ദിവസം സ്ലീബായിന്മേൽ നിന്റെ കരങ്ങൾ വിരിക്കപ്പെടുകയും ആന്തരിക അമാലേക്കിനെയും അവന്റെ സകല പാളയത്തെയും മറിച്ചിടുകയും പഴയ മഹാസ്വർപ്പത്തിന്റെ വിഷത്തെ രുചികരമാക്കി തീർക്കുകയും ജാതികളുടെ കയ്പിനെ മധുരപൂർണമാക്കുകയും നിന്റെ സ്ലീബായ സകലത്തെയും ജീവിപ്പിക്കുകയും ചെയ്തതിനാൽ മോശ നിനക്ക് കീർത്തനം പാടുന്നു. ഭൂമണ്ഡലത്തിന്റെ പാപവസന്ത വിലക്കപ്പെട്ടതായ നിന്റെ യാഗത്തിന്റെ സൗരഭ്യവാസനയിൽ പുരോഹിതനായ അഹ്റോൻ ഈ നാളിൽ ഇമ്പപ്പെടുന്നു. ഇന്നേ ദിവസം നിന്റെ സ്ലീബായാകുന്ന വടിയാൽ ദുഷ്ടനെയും വേശ്യയുടെ വഞ്ചനയെയും വിധിക്കുകയും മൃത്യുവിന്റെ ക്രൂരവാഴ്ചയെ സകല സൃഷ്ടികളിൽ നിന്ന് വിലക്കുകയും ചെയ്തതിനാൽ വൈരാഗിയായ ഫിനെഹാസ് നിനക്ക് സ്തോത്രം പാടുന്നു. ഫിനെഹാസിനെയൊക്കെ നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുന്നവർക്കറിയാം. ഫിനെഹാസ് പ്രതിക്രിയ നടത്താൻ എഴുന്നേക്കുന്നത്, പിന്നീട് സങ്കീർത്തനത്തിൽ ഫിനെഹാസിന്റെ പ്രവൃത്തിയെ എടുത്തുദ്ധരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ നീതിമാന്മാർ മുഴുവൻ കാത്തിരുന്ന ആ സുദിനം, കർത്താവിന്റെ പുനരുത്ഥാനത്തെ സഭ ഘോഷിക്കുകയാണ്. ഇന്നേ ദിവസം കൊലയ്ക്ക് ആട്ടിൻകുട്ടിയെ പോലെ നീ കൂട്ടിക്കൊണ്ടു പോകപ്പെടുകയും ദിവസം മുഴുവനും കഷ്ടതകളെ നീ വഹിക്കുകയും നിന്റെ ന്യൂമായുടെ രക്തത്താൽ നിന്റെ അങ്കികൾ അശുദ്ധിപ്പെടുന്നതിന് പീലാത്തോസ് ഏൽപ്പിക്കുകയും ചെയ്തതിനെ കണ്ട് യേശായ അതിശയിക്കുന്നു. ഇന്നേ ദിവസം നിന്റെ കൈകാലുകളുടെ മുറിവുകൾ കണ്ടതിനാൽ അവൻ അത്ഭുതപ്പെടുന്നു. എന്തിനാ യേശായ അത്ഭുതപ്പെടുന്നത്? യേശായ ആണ് പ്രവചിച്ചത്, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചു വരുന്നു ഒരുവനാർ. അപ്പൊ ഈ പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ദർശനത്തിൽ കണ്ടതും അവർ പ്രവചിച്ചതും രേഖപ്പെടുത്തിയതും, എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവർക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പത്രോസ് അപ്പോസ്തലനാണ്. പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഈ ദിവസത്തെക്കുറിച്ച് അവർ എങ്ങനെ അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവോട് ആരാഞ്ഞുകൊണ്ടിരുന്നു. ഈ ഉദയനക്ഷത്രം എന്നാണ് ഉദിക്കുന്നത്? എന്നാണ് ഹൃദയങ്ങളിൽ വെളിച്ചം വരുന്നത്? They were continuously asking. അവർ തുടർച്ചയായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവരിലുള്ള ആത്മാവിനോട് ആരാഞ്ഞുകൊണ്ടിരുന്നു ഇത് എന്ന് സംഭവിക്കും എന്ന്. പക്ഷെ അവർക്ക് അത് വെളിപ്പെട്ടില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഈ സംഭവത്തെ കാണുമ്പോൾ അവർ അതിയായി സന്തോഷിക്കുന്നു എന്ന് സഭ കീർത്തനം പാടുകയാണ്. ഇത് എന്ന് സംഭവിക്കും? അവർ തുടർച്ചയായിട്ട് ആരാഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്നാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ അവർക്ക് ഫൈനലി അത് വെളിപ്പെട്ടു എന്നാണ് സംഭവിക്കുന്നതെന്ന് അവർ നേരിട്ട് കാണുകയാണ്. അപ്പോൾ അവർ എഴുതി വച്ചിരുന്ന അല്ലെങ്കിൽ അവർ പ്രവചിച്ചിരുന്ന ഓരോ പ്രവചനങ്ങളും നിവൃത്തിയാകുന്നത് കണ്ട് അവർ സന്തോഷിക്കുന്നു.
അതാണ് നമ്മളിവിടെ ഈ വായിക്കുന്ന ഇതിൻ്റെ ഭാഗം. അത് പത്രോസ് എഴുതിയിരിക്കുന്നത് പത്രോസിന്റെ 1-ാം ലേഖനം, 1 പത്രോസ് 1-ാം അധ്യായം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അവർക്ക് വെളിപ്പെട്ട ഒരു കാര്യം, ഇത് അവരുടെ തലമുറയിൽ സംഭവിക്കത്തില്ല, ഇത് വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ഇത് പ്രവചിക്കുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. അവർ വലിയ ഹോപ്പ്, ഡെലിവറൻസ്, ഗ്രേറ്റ് സാൽവേഷൻ ഇതെല്ലാം പ്രവചിച്ച പാവങ്ങൾ ചങ്ങലകളിലും ആമത്തിലും കൽത്തുറങ്ങളിലും വാളിന്റെ ഭീഷണത്തിലും പൊട്ടക്കിണറ്റിലും കുണ്ടുകിണറ്റിലും ചെളിക്കുണ്ടിലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും കൊല്ലപ്പെട്ടവരും മൃഗങ്ങളുടെ കോലാടുകളുടെയും ജടയാടുകളുടെയും തോൽ ധരിച്ച് പാറകളിലും പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞവരും എബ്രാഹിം 11 അതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ കഷ്ടതകളിൽ അവർക്കുണ്ടായിരുന്നത് ഈ ദൈവിക ദൂതുകളാണ്, ഈ പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയ തോൽ ചുരുളുകളിലേക്ക് അവരുടെ കണ്ണുനീർ കണങ്ങൾ ഉതിർന്നു വീണു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കാലത്തല്ല സംഭവിക്കുന്നത്, വരുവാനുള്ള ഒരു ഭാഗ്യകരമായ തലമുറ. അതുകൊണ്ടാണ് ഈ പൗലോസ് ശ്ലീഹ ഈ തീത്തോസിന് എഴുതുമ്പോൾ പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശ, ബ്ലസ്സഡ് ഹോപ്പ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത്. അനുഗ്രഹപൂർണമായ പ്രത്യാശ. അപ്പൊ ഈ ബ്ലസ്സഡ് ഹോപ്പ് എന്ന് വരും എന്ന് ഈ പ്രവാചകന്മാർ മുഴുവൻ, ഇപ്പൊ യെശയ്യാവായാലും യെരമ്യ ആയാലും യാക്കോബായാലും പ്രവചിച്ചവരെല്ലാവരും തന്നെ ഇതെന്നാണ്, എന്നിത് സംഭവിക്കും. അപ്പൊ അത് ഞാൻ ഒന്നുകൂടി വായിക്കാം. പത്രോസ് അത് എഴുതുന്നത്, നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോൾ അവനത് കണ്ട് സന്തോഷിക്കുന്നു. അപ്പൊ ടൈം എന്ന് പറയുന്നത് കേവലം നമ്മുടെ വീഴ്ചയിലുള്ള നമ്മുടെ വീഴ്ചയിൽ, ഹ്യൂമിലിയേഷനിൽ നമുക്ക് ബാധകമാണ്. വി ആർ സബ്ജക്റ്റഡ് ടു ടൈം ആൻഡ് സ്പേസ്. നമ്മൾ സമയത്തിനും ദേശകാല ബന്ധിതമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. പക്ഷേ ദൈവം, ഗോഡ് ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ഹി ഹാസ് നോ ലിമിറ്റ്സ്. ദോസ് ഹു ആർ വിത്ത് ഗോഡ് ഓൾസോ ഡോണ്ട് ഹാവ് സച്ച് ലിമിറ്റേഷൻസ്. അപ്പൊ അതുകൊണ്ട് അബ്രഹാം ഇത് കാണുന്നു. അതാണ് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നു. സമയം എന്നത് അവർക്കൊരു പ്രതിബന്ധമാണെങ്കിൽ അവർക്കൊരിക്കലും യേശുവിനോട് സംസാരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഭ യാചിക്കുമ്പോൾ അതൊരിക്കലും വേദവിപരീതമല്ല, അത് യുക്തിഹീനമല്ല എന്ന് ഞാൻ പറയാറുള്ളത്. അത് ഇല്ലോജിക്കലല്ല, അത് തിരുവെഴുത്തിന് വിരുദ്ധമല്ല. അവർ നമ്മെ കാണുന്നു. അപ്പൊ അവര് സമയത്തിനും കാലത്തിനും അതീതരായി വരുന്നു.
അതാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ പറയാണ്, നിങ്ങൾക്കായിട്ട് അത്രയാ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏഞ്ചൽസ്, ദൈവദൂതന്മാർ അതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ഏതിലേക്കാണ്? ഈ ഗ്ലോറിയസ് ഗോസ്പലിലേക്ക്, സുവിശേഷത്തിലേക്ക് കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഹെരസി പ്രസംഗിക്കുന്ന ആളുകൾ വഴിയരികിലൊക്കെ നിന്ന് കർത്താവ് ഉടനെ തീ അയക്കും, ഇങ്ങനെയൊക്കെ അതൊന്നും കാണാൻ ദൂതന്മാരൊന്നും നോക്കുന്നൊന്നുമില്ല. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഏതാണ്? നമുക്ക് ക്രിസ്തുവിന് പിൻവന്ന ആ മഹിമ. അപ്പൊ അതേ മഹിമയിലേക്ക് ഒരു ജനം നടന്നെടുക്കുന്ന ആ കാഴ്ച, ആ മഹത്വപൂർണമായ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിലേക്ക് സ്വർഗീയ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ ഇതാണ് ആ സെദ്രായിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുന്തത്താൽ നീ കുത്തി തുറക്കപ്പെടുന്നതിനെ കണ്ട മീഖായും മധ്യാഹ്നത്തിൽ സൂര്യൻ അന്ധകാരപ്പെട്ടതിനാൽ ആമോസും പ്രസംഗിക്കുന്നു. ഇന്നേ ദിവസം പാതാളത്തിൽ മൃതനെ പോലെ നിദ്ര കൊള്ളുന്നവനെയും ജാതിയിൻ പുത്രിയായ സഭയെയും കണ്ട യൗനാൻ വന്ദനമർപ്പിക്കുന്നു. ഇന്നേ ദിവസം നിന്റെ പരിശുദ്ധ സ്ലീബായാലും നിന്റെ ഉത്ഥാനത്താലും മരണത്തിന്റെ പാതാളത്തിന്റെയും മേൽ നീ വിജയം വരിച്ചതിനാൽ ഹൂശാ പ്രവാചകൻ അവയെ പരിഹസിക്കുന്നു. ഹൂശാ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഹോശയ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നിങ്ങൾ കാണുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പിന്നീട് പൗലൂസ് അത് ഉദ്ധരിക്കുന്നൊക്കെ ഉണ്ട്, പൗലൂസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ. അപ്പൊ ഹോശയ ഈ കാഴ്ച കണ്ടിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. ഇന്നേ ദിവസം സകല ദീർഘദർശിമാരും സ്തോത്രാർപ്പണം നടത്തുകയും സ്ലീഹന്മാരും അറിയിപ്പുകാരും പ്രത്യാശയും ജീവനും പ്രസംഗിക്കുകയും തങ്ങളുടെ ഗളരുതിരത്താൽ കഷ്ടത സഹിച്ച സഹതന്മാരും തങ്ങളുടെ അവയവങ്ങളിൽ പീഡകളേറ്റ മൗധ്യാനന്മാരും നിനക്ക് കാണിക്കർപ്പിക്കുകയും നിന്റെ ബഹുമാന്യമായ ശിരസിന് വന്ദനവിന്റെ കിരീടം മെടയുകയും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പിനെ കീർത്തിച്ച് പെരുന്നാൾ കൊണ്ടാടുകയും ചെയ്യുന്നു. ഇവരോടുകൂടെയും ഇവരുടെ മുൻഗാമികളോടുകൂടെയും ഈ പരിശുദ്ധ ദിനത്തിൽ ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. എന്തെന്നാൽ അത്യാശ്ചര്യകരമായും കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗമേശാതെയും അവൾ നിന്നെ പ്രസവിച്ചു. അവളുടെയും ആദ്യം മുതലുള്ള സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ പിന്നീടൊരു പ്രയറാണ്, ഇറ്റ്സ് എ ലോങ് പ്രയർ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എത്ര അർത്ഥപൂർണമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ 2 സെദ്ര ഞാൻ വായിച്ചത്, ബാക്കി സെദ്രകളുണ്ട്, ഞാൻ ചോദിച്ചവർക്കെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സെദ്രകൾ വായിക്കുക, നമ്മുടെ സഭയുടെ ട്രഡിഷൻ എത്ര ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നവീനമായിരിക്കുന്ന ഉപദേശങ്ങളിൽ അല്ലെങ്കിൽ പാഷണ്ഡതകളിൽ പെട്ട് വലയുന്നവർ ദയവായി യഥാർത്ഥ മാതൃസഭയിലേക്ക് മടങ്ങുക. കർത്താവ് സ്ഥാപിച്ച സഭയിലേക്ക് നിങ്ങൾ മടങ്ങണം. അപ്പം അതിന് നിങ്ങൾക്ക് പല ന്യായീകരണങ്ങളും കാണാം, പക്ഷേ മടങ്ങാൻ 1000 കാരണങ്ങളുണ്ട്. ഇതാണ് യഥാർത്ഥ സഭ. പലരും അവകാശപ്പെടുന്ന സ്വന്തം ഇഷ്ടത്താൽ ഓരോരുത്തർ സഭ സ്ഥാപിക്കുന്നു. തിരുവെഴുത്തിന്റെ വ്യാഖ്യാനം സ്വയമായി വ്യാഖ്യാനിക്കാനുള്ളതല്ല. അതുപോലെ കർത്താവിന്റെ സഭ ഓരോരുത്തർക്കും തോന്നുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതല്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്ന, അത് ക്ലബ്ബുകൾ മാത്രമാണ്. ഫാൻസ് ക്ലബ് എന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് ചർച്ച്. ഇപ്പൊ യേശു കർത്താവിന് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് പണം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗമാണെന്ന് കണ്ടു. ഇതിന് കുറച്ചൊക്കെ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് ആ മാർക്കറ്റുള്ള സ്ഥലത്താണ് ഇവര് ഇത് പ്രചരിപ്പിക്കുന്നത്. എവിടെയാണ് ഇവർ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നത്? സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. മറ്റൊരു സ്ഥലത്തും അവർ ഇത് പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ആ ചതി മനസ്സിലാക്കുക. ഇവരൊരിക്കലും തികച്ചും അന്യമായ ഒരു സ്ഥലത്ത് പോയി സുവിശേഷം പ്രഘോഷിക്കുന്നില്ല.
കാരണം അവിടെ പോയി സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നിയോഗം വേണം. അങ്ങനൊന്നില്ല. ഇത് ഓൾറെഡി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള ആളുകളെ അവരുടെ സെന്റിമെന്റ്സ് മുതലെടുത്ത് അവരെ അവിടെ നിന്ന് ചാടിക്കുക, സഭയെ ദ്രോഹിക്കുക, ദുർബലപ്പെടുത്തുക, ഭിന്നത ഉണ്ടാക്കുക, കലഹമുണ്ടാക്കുക, അവിടെ നിന്ന് കഷണങ്ങളായിട്ട് മുറിച്ച് മാറ്റുക. അപ്പം ഇത്തരത്തിലുള്ള ദ്രോഹമാണ് ചെയ്യുന്നത്. സുവിശേഷമല്ല. ഞാനും ഒരിക്കൽ അതിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പരസ്യമായി യാതൊരു ലജ്ജയും കൂടാതെ മടിയും കൂടാതെ ഏറ്റുപറയുന്നു. ഇന്ന് ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവ് ചെയ്ത് അത് ഉപേക്ഷിച്ച് അതിൽ നിന്ന് പിന്തിരിയണം. അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് തുറന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണ് ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ കാലഘട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വായന ഭാഗങ്ങളുണ്ട്. വായന ഭാഗത്തിലെ ഒരു വാക്യം നമ്മൾ വായിച്ചിട്ട് വായിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ ഇന്നത്തെ വായന ഭാഗമാണ്. കുറേ ഭാഗങ്ങളുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ന്റെ 1 മുതൽ 11 വരെ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അപ്പൊ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് അപ്പോസ്തലനായ പൗലൂസ് നടത്തുന്നത്. അത് എങ്ങനെയാണ് ഐക്യം വരുന്നത്? ഇപ്പൊ യൂണിറ്റി ത്രൂ ഹ്യൂമിലിറ്റി. വി ക്യാൻ അറ്റൈൻ യൂണിറ്റി ഓൺലി ത്രൂ ഹ്യൂമിലിറ്റി. അഹങ്കാരികളായ രണ്ടുപേർക്ക് ഒരിക്കലും ഐക്യപ്പെടാൻ പറ്റത്തില്ല. അഹങ്കാരികളായ ആളുകളുടെ ഇടയിൽ ഐക്യം ഉണ്ടാകത്തില്ല. താഴ്മയും വിനയവും ഉണ്ടെങ്കിൽ മാത്രമേ ഐക്യം ഉണ്ടാവുകയുള്ളൂ. മലങ്കര സഭയിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഹ്യൂമിലിറ്റി ഉണ്ടാകണം. എന്താണ് ഈ ഹ്യൂമിലിറ്റി? നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച ഒരു നാടകം പോലെ കാല് കഴുകുന്നതിൽ അർത്ഥമില്ല. കാല് കഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ താഴ്മയാണ്. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണട്ടെ. അത് ഞാനാണ് ശ്രേഷ്ഠനെന്ന് സ്വയം ചിന്തിച്ചാൽ അവിടെ യൂണിറ്റി ഉണ്ടാവുകയില്ല. പൗലോസ് ഇവിടെ പറയണ, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. പൗലോസ്ലീഹായുടെ സന്തോഷം പൂർണ്ണമാകുമ്പോൾ എല്ലാ സ്വർഗീയന്മാരുടെയും എല്ലാ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെയും വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും എല്ലാം വലിയ സന്തോഷമാണ്. അപ്പം നമ്മുടെ മലങ്കര സഭയിൽ ഒരു ഐക്യമുണ്ടായാൽ വലിയ സന്തോഷം സ്വർഗവാസികളുടെ ഇടയിൽ ഉണ്ടാകും. വിശുദ്ധന്മാരുടെ നിരയിൽ വലിയ ആനന്ദമുണ്ടാകും. അപ്പം അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. അതാണ് ഇവിടെ തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഞാൻ ഇന്നത്തെ ദിവസം ഇതിരുന്ന് വായിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അനുദിന വേദവായന പട്ടികയിൽ ഇന്ന് വായിക്കാനുള്ള ഭാഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. ഞാൻ എന്തെങ്കിലും എടുത്ത് ഇവിടെ ഇരുന്ന് വായിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ സഭയുടെ ഇന്നത്തെ ലക്ഷണർ ഇന്നത്തെ ദിവസം എടുക്കുക. സഭയുടെ വെബ്സൈറ്റിലുണ്ട്, അവിടെ പോയി നോക്കിയിട്ട് ഇന്നത്തെ വായനക്കുറിപ്പ് നോക്കുക. ഇതാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവിടെ എങ്ങനെ എഴുതിക്കുക? ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അപ്പൊ ഐക്യതയ്ക്ക് യൂണിറ്റി ഉണ്ടാകാനുള്ള മാർഗം പൗലോസ്ലീഹ പറയാണ്. ഒന്ന്, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണണം. 2, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റവന്റെ ഗുണവും കൂടെ നോക്കണം. നമുക്ക് ബസ്സിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് ഇപ്പുറത്തെ സീറ്റ് നമ്മുടെ പെട്ടിയും കൂടെ വെക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം
ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഹി വാസ് ഈക്വൽ വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചില്ല, കാര്യമായി പരിഗണിച്ചില്ല. സ്വർഗത്തിന്റെ മഹത്വം, ദൂതന്മാരുടെ ആരാധന, ദൈവത്തോടുള്ള സമത്വം, ഇതെല്ലാം വിട്ട് താഴ്ന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു. കിനോസിസ്. കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹ്യൂമിലിറ്റി അൻറ്റിൽ ഡെത്ത്. മരണത്തോളം താഴ്മ. അടുത്തത് പൗലോസ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. അപ്പൊ ആരെല്ലാം താഴാൻ തയ്യാറാകുന്നോ അവർ ഉയർത്തപ്പെടും. വിശ്വാസമില്ല, നമുക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഹ്യൂമിലിറ്റി പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വാസമില്ല. പണ്ടൊരിക്കൽ ഒരാള് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു കമ്പി കെട്ടി അതിലൂടെ നടന്നു. അത് കഴിഞ്ഞ് അയാള് ഒരു സൈക്കിൾ എടുത്തിട്ട് ആ കമ്പിയെ കൂടെ സൈക്കിൾ ഓടിച്ചു 2 പ്രാവശ്യം. അയാള് 3ാമത്തെ പ്രാവശ്യം സൈക്കിൾ ഓടിക്കാൻ നേരത്തെ അവിടെ നിന്ന് ആളുകളോടെല്ലാം ചോദിച്ചു, ഞാൻ ഇനി 3ാമത് ഓടിക്കാണ്, ഈ സൈക്കിൾ ഈ കമ്പിയെ കൂടെ ഇങ്ങനെ ഓടിച്ച് അപ്പുറത്ത് ചെല്ലും, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ കൃത്യമായിട്ട് ഓടിച്ച് അവിടെ ചെല്ലുമെന്ന്? അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ഉറപ്പുണ്ട്, താങ്കൾ നിശ്ചയമായിട്ട് ചെല്ലും. അപ്പൊ അവിടെ നിന്നൊരു പയ്യനോട് പറഞ്ഞു, നിനക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോ എന്ന് പറഞ്ഞു. എന്നാൽ നീ ഈ സൈക്കിളിന്റെ പുറകെ കയറി നമുക്ക് പോയിച്ചു വരാമെന്ന് പറഞ്ഞ് മാമൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. താങ്കളുടെ കഴിവിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ താങ്കളിൽ എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായത്, അതായത് ദൈവത്തിന്റെ ശക്തിയിൽ നമുക്ക് വലിയ വിശ്വാസമാണ്. ദൈവത്തെ കൊണ്ട് അത് കഴിയും, ഇത് കഴിയും. ഗോഡ് ക്യാൻ ഡു ദിസ് ദാറ്റ്. അതല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഗോഡ് വിൽ ഡു ദിസ് ഫോർ മീ. അപ്പൊ ഗോഡ് ക്യാൻ ഡു ദിസ് ഫോർ മീ. That is information. God can do this for me. God can do that for you. God can do these things for them. Okay? God can do this, that. God can do so many things. അപ്പൊ നമ്മുടെ വിശ്വാസം ഈ ക്യാൻ ആണ്. God can do that. God can do this. God can do this. God can do. ഒരൊറ്റ സ്ഥലത്ത് പോലും നമ്മളെ വിശ്വസിക്കും ഗോഡ് വിൽ ഡു ദിസ്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ദൈവം അത് ചെയ്യും, ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവം ശക്തനാണ്, വലിയവനാണ്, വല്ലഭനാണ്, ഉന്നതനാണ്, മഹാനാണ്, മഹാപ്രഭാവനാണ്, അതാണ് ഇതാണ്, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ ദൈവം അപ്പൊ ദൈവം പറയാണ്, നീ തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവത്താൽ ഉയർത്തപ്പെടും. അപ്പൊ ദൈവത്താൽ ഉയർത്തപ്പെടും എന്നുള്ള വിശ്വാസമുള്ളവനാണ് തന്നെത്താൻ താഴ്ത്തുന്നത്. കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുകയാണ് പുത്രൻ. കാരണം പുത്രന് പിതാവിൽ ആ ട്രസ്റ്റ് ഉണ്ട്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാണ്. പരിശുദ്ധ റൂഹായും പിതാവും ചേർന്ന് പുത്രനെ ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ് മരണത്തിൽ നിന്ന്. ഇവിടെ പറയാണ്, അങ്ങനെ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും സ്തുതി പാടും. ഇതെല്ലാം സംഭവിക്കുന്നത് ആ താഴ്മയിലാണ്. ഇപ്പൊ യൂണിറ്റി. അപ്പൊ നമുക്ക് ഉള്ള മഹത്വീകരണം ഉണ്ടാകുവാൻ, ഐക്യമുണ്ടാകുവാൻ പൗലോസ് പറയുന്നുണ്ട്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമാകുമാറ് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിശ്വാസം ഒന്ന്, മാമോദിസ ഒന്ന്,
പ്രത്യാശയും ഒന്ന്. അപ്പോൾ വിശ്വാസവും മാമോദീസായും പ്രത്യാശയും ഒന്നായിരിക്കുന്ന നമ്മൾ ഐക്യപ്പെടണം എന്നാണ് ഇന്നത്തെ തിരുവെഴുത്തിൻ്റെ വായനയിൽ നമ്മൾ വായിക്കുന്നത്. വായനാ ഭാഗത്തുനിന്ന് ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 44 അധ്യായം 23 മുതൽ ഉള്ള ഭാഗങ്ങളാണ്. യെശയ്യാ പ്രവചനം 44 അധ്യായം 23 മുതൽ. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവീൻ. റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യെശയ്യാ ദർശനത്തിൽ കാണുക. അതാണ് അവിടെ പറയുന്നത്. യെശയ്യാവ് ദർശനത്തിൽ കാണുക. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, യഹോവ ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവീൻ. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് കർത്താവ് മരണത്തെ ജയിച്ച് പാതാളത്തെ പരാജയപ്പെടുത്തി പാതാളത്തെ കൊള്ളയടിച്ച് അവിടെ നിന്ന് കയറി വരികയാണ്. പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുകയും യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു. ദ റിഡംഷൻ ഹാസ് ഹാപ്പൻഡ്. വീണ്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. യാക്കോബിനെ യഹോവ വീണ്ടെടുത്തു. അപ്പൊ അവിടെ വിളിക്കുന്ന ആരെയൊക്കെയാണ്? പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുകയും റിജോയ്സ്. ആരെ വിളിക്കുന്നേ? ആരെയാണ് വിളിക്കുന്നത്? O forest and every tree in it. O forest and every tree in it. For the Lord has redeemed Jacob and glorified himself in Israel. അപ്പൊ എല്ലാ മരങ്ങളും, അപ്പൊ ഈ തിരിയക്കുകളെല്ലാം സൃഷ്ടവസ്തുക്കൾ, ഈ സൃഷ്ടി മുഴുവൻ റിഡീം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് സന്തോഷം ആർക്കൊക്കെയാണ്? അതാണ് ഞാൻ ഓശാന ഞായറാഴ്ചയുടെ ലൈവിൽ പറഞ്ഞായിരുന്നു. ഓശാനയുടെ അന്ന് ഈ കുരുത്തോല എടുത്തുകൊണ്ട് പോകുന്നത് ഈ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിക്കും കൂടെയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ, സർവപ്രപഞ്ചത്തെയും വീണ്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ നീ സന്തോഷിക്കുക, വനങ്ങളും അതിലുള്ള വൃക്ഷങ്ങളും ആർത്തുല്ലസിക്കുക, കൈകൊട്ടുക. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു കാര്യമാണെന്നറിയാം. അപ്പൊ അതിനെ എത്രയോ ചുരുക്കി വികലമാക്കിയാണ് നമ്മൾ അവതരിപ്പിച്ച്. പ്രപഞ്ചത്തിനും വേണ്ടിയുള്ള റിഡംഷനാണ്. പ്രപഞ്ചത്തെയും ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന കല്ലിനോട് അല്ലെ മരത്തോട്, ഒരു മരത്തെ നോക്കി വെച്ച് വേണമെങ്കിൽ പറയാം, മരമേ നിനക്കറിയാമോ നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന മരം വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് നമ്മളോട് വന്ന് സ്നാനപ്പെട്ട് നമുക്ക് സ്വത്രാഴ്ച തരത്തില്ലെന്നുള്ള വികലമായ ചിന്തയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊരു മണി മേക്കിംഗ് പ്രോജക്റ്റാണ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ പല ആളുകളും ചിന്തിച്ചത്. എന്നാൽ അതല്ല, ഇത് സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവഹൃദയത്തിൽ നിന്ന് ഒഴുകുകയാണ്. അപ്പൊ ആ പ്രഖ്യാപനമാണ്. ഇതാണ് നിങ്ങൾക്കറിയാവോ, ഈ ഫ്രാൻസിസ് അസീസി ഒക്കെ സുവിശേഷം പറയുന്ന സമയത്ത് ഈ മീനൊക്കെ വന്ന് ജലോപരിതലത്തിൽ വന്ന് ലിസൺ ചെയ്യുമായിരുന്നു പറയും. ഒരിക്കലും ഒരു ചെന്നായി വന്ന് തന്റെ സുവിശേഷ പ്രസംഗം കേട്ട് തന്റെ പിന്നാലെ നടന്നു. ആ ചെന്നായി ചാകുന്നവരെയും അസീസിയുടെ പിന്നാലെ നടക്കുമായിരുന്നു, ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സാൽവേഷൻ, മൃഗങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ മൃഗങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളോട് പറയാം. നിങ്ങൾ കാണുന്ന പശുവിനോടോ കഴുതയോടോ ഒക്കെ നിങ്ങൾക്ക് പറയാം, നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചില ആളുകൾക്ക് ഇതൊരു ദുരുപദേശമാണ്, ഈ മനുഷ്യൻ എന്തോ കുഴപ്പം പറ്റിയിട്ട് വട്ടായി പോയതാണോ? കാരണം ഈ വലിയ രക്ഷയുടെ ചെറിയ ഒരു ടൈപ്പ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നോഹയുടെ പ്രളയം. ഇപ്പൊ നോഹയുടെ പ്രളയത്തിൽ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിനൊരു മുൻകുറി. അപ്പം സ്നാനത്തിന് ഒരു മുൻകുറിയായ നോഹയുടെ പെട്ടകത്തിൽ 8 പേരുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത്
സർവ മൃഗങ്ങളും ഇഴജാതികളും എല്ലാം അതിനകത്തുണ്ടായിരുന്നു ആ പെട്ടകത്തിൽ. അപ്പൊ റിഡംഷൻ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യന് വേണ്ടി മാത്രമല്ല. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും എല്ലാത്തിനും വേണ്ടിയുള്ള വീണ്ടെടുപ്പാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്, ആകാശമേ ഘോഷിച്ചുല്ലസിക്കാൻ യഹോവ ഇത് ചെയ്തിരിക്കുന്നു, ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവീൻ, പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടി ആർക്കുവീൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു, ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും, ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും. യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഇവിടെ ഈ പ്രവചനം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് കോരശ് എൻ്റെ ഇടയൻ. ഹു ഈസ് കോരശ്? കോരശ് എന്നാൽ പാർസി രാജാവാണ്. ഈ പാർസി രാജാവായ കോരശിന് സ്വന്തമായിട്ട് ഒരു ദൈവമുണ്ട്, സ്വന്തമായിട്ട് ഒരു ദൈവം. അദ്ദേഹം ഒരിക്കലും യഹോവയെ അറിയുകയോ യഹോവയെ പിൻപറ്റുകയോ യഹോവയെ സേവിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഈ കോരശ്. പക്ഷെ ആ കോരശിനെ കുറിച്ച് ഇവിടെ പറയാണ്, കോരശ് എൻ്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. കോരശ് എൻ്റെ ഇടയനാകുന്നു. രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അന്യഭാഷ പറയുന്നില്ല, മീശ വടിക്കുന്നില്ല, വെള്ളം ഉടുപ്പിടുന്നില്ല, വേറിട്ട് ആരാധിക്കുന്നില്ല, ഇതൊന്നുമില്ല കോരശ്. കോരശിനെ കുറിച്ച് ഈ തിരുവെഴുത്ത് പറയുന്നത് എന്നതാ? നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് തിരുവെഴുത്ത് വായിക്കുക. ഇനി 45 അധ്യായം നോക്കി കഴിഞ്ഞാൽ യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി. ഹൂ വാസ് ഹി? അദ്ദേഹം ഒരു യഹൂദനായിരുന്നില്ല, ഇസ്രായേലിനായിരുന്നില്ല, ഈ ദൈവത്തെ അറിയുന്നവനല്ല. ദൈവത്തെ അറിയുന്നവനല്ല, ഈ ബ്രാൻഡ് നെയിമിൽ ദൈവത്തെ അറിയുന്നവനല്ല. യഹോവ എന്ന ബ്രാൻഡ് നെയിമിൽ ദൈവത്തെ അറിയുന്ന ആളല്ല കോരശ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ എക്സ്ക്ലൂസീവിസം എന്നത് തെറ്റാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇങ്ങനെ നമുക്ക് ശാഠ്യമാണ്. അപ്പൊ റിഡംഷൻ എന്ന് പറയുന്നത് മുഴു പ്രപഞ്ചത്തിന് വേണ്ടിയുള്ളത് ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളുടെ ബൈബിളിൽ ഒരു വിജാതീയനെ കുറിച്ച് ദൈവത്തിന്റെ കമന്റ്സ് ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാനിത് നിർത്താൻ പോവാം. കോരശിനോട്, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഈ കാര്യങ്ങൾ ഇപ്പൊ ഇത് സാധാരണ പ്രവചനത്തിന്റെയൊക്കെ സമയത്ത് പെന്തക്കോസ്ത് പ്രവാചകന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഞാൻ നിനക്ക് മുമ്പായി പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രക്കഥകളെ ഖണ്ഡിക്കും, പർവ്വതങ്ങളെ പൊടിക്കും, സമഭൂമിയാക്കും, അത്ത് ചെയ്യും, വിത്ത് ചെയ്യും. പക്ഷെ ഇത് ഒറിജിനലി പറഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോടാണ്, അല്ലെങ്കിൽ വിജാതീയനായ ഒരു വ്യക്തിയോടാണ്. ദൈവത്തെ ഈ ബ്രാൻഡ് നെയിമിൽ അറിയാത്ത ഒരാളാണ്, ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ആളോടാ പറയുന്നത്, കോരശേ നിനക്ക് മുമ്പിൽ ഞാൻ പോകും. എന്തോ കാര്യത്തിന് കോരശിന്റെ മുമ്പിൽ യഹോവ പോകുന്ന, യഹോവൻ കോരശായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധവും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടുകൂടെയും പ്രവർത്തിക്കുന്നത്. ദൈവം എല്ലാവരുടെയും പിതാവാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നു. അതിന് വ്യക്തമായ തെളിവല്ല ഇവിടെ ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ എതിരഭിപ്രായമുണ്ട്, ഈ എക്സ്പ്ലനേഷൻ പറ, നിങ്ങളുടെ ബൈബിളിൽ ഈ ഭാഗമൊക്കെ നിങ്ങൾ കീറിക്കളയേണ്ടി വരും.
ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുകയാണ്, നീ എന്നെ അറിയാതിരിക്കെ. ഇവിടെയാണ് ഈ വിഡ്ഢിത്തരം പറഞ്ഞാൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടു, വിശ്വസിക്കണം, ഏറ്റുപറയണം, വിശ്വസിക്കണം. നീ എന്നെ അറിഞ്ഞിട്ട് പോലുമില്ല കോരശേ, നീ എന്നെ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഇതാണ്, ദൈവത്തെ അറിയാത്തവരെയും ദൈവം എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നല്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണത്തിന് മുമ്പാണ് ഇത് നടക്കുന്നത് കേട്ടോ. ഇപ്പൊ ക്രൂശിമരണത്തിന് ശേഷം എത്ര അധികമായിട്ടാണ്, കാരണം മുഴുവൻ മാനവവർഗത്തെയും ആദാമിന്റെ സർവ്വസന്താനങ്ങളെയും വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് ലിറ്ററലി ടേക്ക് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം പറയുകയാണ്, കോരശേ ഐ ലവ് യു, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. പിന്നെ പറയാ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. നമ്മുടെ അടുത്തുള്ള ആളുകൾക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുമ്പം അവര് ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, ദൈവം അവരെ എംപവർ ചെയ്യുന്നു, ദൈവം അവരെ എൻകറേജ് ചെയ്യുന്നു, ദൈവം അവരെ എക്യുപ്പ് ചെയ്യുന്നു. നരേന്ദ്രമോദിക്ക് ജ്ഞാനം കൊടുത്ത ആരാണ്? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് എന്ത് ജ്ഞാനമായിരിക്കുന്നു? അദ്ദേഹമല്ലേ ഇന്ത്യ ഭരിക്കുന്നത്. പിണറായി വിജയന് ഈ കഴിവ് കൊടുത്ത ആരാണ്? ഇപ്പൊ ഇന്ന് ദൈവത്തിന്റെ പ്രവാചകനുണ്ടെങ്കിൽ പറയും, നരേന്ദ്രമോദി നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്റെ അരക്കച്ച ഞാൻ മുറുക്കി കെട്ടി. ഇല്ല, പറയോ ഇല്ല, നിങ്ങളിത് വായിച്ചു പറ, ആണോ അല്ലയോ? അതുകൊണ്ടാണ് സകല അധികാരസ്ഥന്മാർക്കും വിശേഷാൽ രാജാക്കന്മാർക്കും വേണ്ടി അപേക്ഷയും അഭയാചനയും കഴിക്കണം. അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവുമില്ല. യേശുക്രിസ്തു പറയുന്നതാണ്, മേലിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. അപ്പൊ എല്ലാ അധികാരങ്ങളും ദൈവദത്തമാണ്, ദൈവം കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കർത്താവ് വീണ്ടെടുത്തിരിക്കുകയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. സകല ജാതികൾക്കുമുള്ള ആ സന്തോഷം, ആ മഹാസന്തോഷം എന്ന ആ സുവിശേഷമാണ് നമ്മൾ ഘോഷിക്കുന്നത്. എല്ലാ സകല ജാതികൾക്കുമുള്ള മഹാസന്തോഷം. സോ ലെറ്റ് us റിജോയ്സ്, എല്ലാ ജാതികൾക്കുമുള്ള സന്തോഷം എന്ന ആ സുവിശേഷം. അതാണ് ബെയ്തുലഹേമിൽ മുൻകൂട്ടി പറഞ്ഞു. ഇപ്പോൾ സകല ജാതികളും രക്ഷപ്പെട്ടിരിക്കുന്നു, സകല ജാതികളും. അതുകൊണ്ട് അതിനകത്തുള്ള എല്ലാ വിഭാഗീയതകളും മാറ്റിവെക്കുക, എല്ലാ മനുഷ്യനെയും നോക്കി പുഞ്ചിരിക്കുക. എല്ലാവരും പറയാം, ക്രൈസ്റ്റ് അവരിലുണ്ട്, ക്രിസ്തു അവരിലുണ്ട്. അപ്പൊ എന്ത് സുവിശേഷമാണ് നമ്മൾ ഇനി അവരോട് പറയേണ്ടത്? എന്ത് സുവിശേഷം? വാട്ട് കൈൻഡ് ഓഫ് ഗോസ്പൽ, എന്ത് തരത്തിൽപ്പെട്ട സുവിശേഷമാണ്, എന്ത് തരത്തിൽപ്പെട്ട സുവിശേഷമാണ് നമ്മൾ ഈ ജാതികളോട് അറിയിക്കേണ്ടത്? എന്ത് തരത്തിലുള്ള സുവിശേഷമാണ് നമ്മൾ ഇവരോട് അറിയിക്കേണ്ടത്? വിജാതിരായ ആളുകൾ എന്ന് നമ്മൾ പറയുന്ന ആളുകളോട്, നീ രക്ഷിക്കപ്പെട്ട്, നീ സ്നാനപ്പെട്ട്, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ അതാണോ സുവിശേഷം? കൊലാസ്യലേഖനം 1:27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് തിരുഹിതമായി, ഇഷ്ടമായി. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ഗ്ലോറിയസ് സീക്രട്ട്.
glorious riches. To them has chosen to make known among the Gentiles the glorious riches of this mystery. The riches of the glorious gospel. The glorious riches of this mystery, which is Christ in you, the hope of glory. For God wanted them to know that the riches and glory of Christ are for you Gentiles too. And this is the secret. Christ lives in you. This gives you assurance of sharing his glory. To them God chose to make known how great among the Gentiles are the riches of the glory of this mystery, which is Christ in you, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. വാട്ട് ഈസ് ഗോസ്പൽ? അപ്പൊ നമ്മൾ അവിശ്വാസികളോടും അല്ലെങ്കിൽ അക്രൈസ്തവരോടും പുറത്തുള്ളവരോടും പറയേണ്ട സുവിശേഷം എന്താണ്? ചൂളപോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. നോ 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 നോ. ദാറ്റ് ഈസ് നോട്ട് ഗോസ്പൽ. ദാറ്റ് ഈസ് നോട്ട് ഗോസ്പൽ അറ്റ് ഓൾ. എന്താണ് ജാതികളോട് ദൈവത്തിന്റെ ഈ രഹസ്യത്തിന്റെ മഹിമാധനത്തെ കുറിച്ചാണ് പറയേണ്ടത്. കൊലാസ്യർ 1:27 പറയുന്നു, പ്രൊക്ലൈം ദിസ് ഗുഡ് ന്യൂസ് ടു ജെന്റൈൽസ് ദാറ്റ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ ദം. ക്രിസ്തു അവരിൽ വസിക്കുന്നു എന്നുള്ള സുവിശേഷമാണ് അവരോട് പറയേണ്ടത്. ബിക്കോസ് കർത്താവ് സകലവും നിവർത്തിച്ചിരിക്കുന്നു. നൗ ക്രൈസ്റ്റ് ലിവ്സ് ഇൻ ദം. അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹൈന്ദവ സുഹൃത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തെ സുവിശേഷം പറയാൻ അവസരം കിട്ടിയാൽ, ഞാനിവിടെ സംസാരിക്കുന്നത് ഓർത്തഡോക്സ് ബിലീവേഴ്സിനോടാണ്, പെന്തക്കോസ്റ്റൽ പീപ്പിളിനോടല്ല. ഇപ്പോൾ ഓർത്തഡോക്സ് ബിലീവർ ആയ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരനായ നാരായണൻകുട്ടിയോട് സുവിശേഷം പറയണമെങ്കിൽ റബ്ബർ തോട്ടത്തിൽ വെച്ച് വല്ലതും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെ വെച്ച് വർത്താനം പറഞ്ഞ് സന്ദർഭവശാൽ ഇത് പറഞ്ഞാൽ നാരായണൻകുട്ടിയോട് പറയണം, നാരായണൻകുട്ടി, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു. ക്രിസ്തു നിങ്ങളിലുണ്ട്. ദാറ്റ്സ് ഗോസ്പൽ. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഐ ഓപ്പൺ ചെയ്യുക എന്നുള്ള, കണ്ണ് തുറന്നു കൊടുക്കുക. ബിക്കോസ് ഫോർ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ്. അപ്പം ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണിനെ അടയ്ക്കുകയാണ്. സോ ദാറ്റ് they might not see the glory of the true gospel. അപ്പൊ സത്യസുവിശേഷത്തിന്റെ തേജസ് അവർ കാണാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു അടച്ചിരിക്കുന്ന കണ്ണുകളെ തുറക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ദൗത്യം. അതിനാണ് പൗലൂസിനെ അയക്കുമ്പോൾ പറയുന്നത്, അനേകരുടെ കണ്ണുകളെ തുറക്കേണ്ടതിന് ഞാൻ അവരെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അപ്പൊ നമ്മൾ പറയേണ്ടതാണ്, നല്ല എവൻഗേലിയോൻ ജാതികളുടെ ഇടയിൽ അറിയിച്ചു, ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി. അവർ പോയിട്ട് അറിയിക്കുകയാണ്. പൗലൂസിൽ എഴുതിയിരിക്കുകയാണ്, ഇത് ദൈവത്തിന് പ്രസാദമായിട്ട് ഈ സുവിശേഷം ജാതികളോട് അറിയിക്കുവാൻ. അപ്പൊ ഇവിടെ പറയാണ്, ഫോർ ഗോഡ് വാണ്ടഡ് ദം ടു നോ. To who? For them means who? The Gentiles. For God wanted them to know that the riches and glory of Christ are for you Gentiles. Here's the good news. This is good news. അതുകൊണ്ടാണ് ഇത് സുവിശേഷം, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഇതാണ് ഗുഡ് ന്യൂസ്. Here you go Gentiles. Here you go. This is good news. For God wanted them to know that the riches and glory of Christ are for you Gentiles too. And this is the secret. Christ lives in you. Christ will come and live in you. No. Christ is waiting there somewhere. No. Christ lives in you. Already Christ started living in you because Christ lives in you. He is the hope of glory. എത്ര മഹത്തരമായ സുവിശേഷം. വൃക്ഷങ്ങളെ പൊട്ടിയാർക്കുവീൻ, വനങ്ങളെ സന്തോഷിക്കുവീൻ, ആകാശമേ ഉല്ലസിക്കുവീൻ. മുഴുപ്രപഞ്ചത്തിന്റെ റിഡംഷൻ ദൈവത്തിന്റെ പുത്രൻ സാധിച്ചിരിക്കുന്നു. ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ. മറിയാമോദി താതനയാരിൻ തനയൻ കബറിനേവി യുതിസുതരെ യുതിയാ
in you. വെളിവാക്കാൻ വരുവോനെ കണ്ടാളാദ്യം ഉഴറിച്ചെന്നറിയിപ്പിൻ സ്നേഹന്മാരെ ഉയരാമേ ഉയരാമേ പദവിയിടേണ്ട. Christ lives in you. That is the secret. For God wanted all Gentiles must know this truth. Glorious gospel. നൽപകലിൽ ഭാഗ്യമിടും ശ്രീഹന്മാർ പ്രതിപുരിയെ പാഴാക്കി മൃതനായോട്ടാൻ മണവറയിൽ ദൂതരിത വെള്ളംഗീകാൻ. ദോഷമുട പ്രേഷിതരും ലോതീ സ്ത്രീകൾ ധീരതയോടുമേവിൻകു ജീവൻ ശീമോനെ വീക്ഷിക്കുക പരമോത്താനം അവനെ ഏറ്റിഷിതിയിൽ നീ സാക്ഷിക്കാം. മണവാളൻ പ്രതിപുരിയിൽ ഉയരാനേ. God did this because He wanted you Gentiles to understand His wonderful and glorious mystery. And the mystery is that Christ lives in you. And He is your hope of sharing in God's glory. പ്രഭയുദ്ധം ചെയ്ത